Welcome back to ICT Learning Series, episode number 15. കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിലായിട്ട് നമ്മൾ ലിക്വിഡിറ്റിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയ ഓർഡർ ബ്ലോക്ക്, ബ്രേക്കർ ബ്ലോക്ക് ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അനദർ ഫോം ഓഫ് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയ റിജക്ഷൻ ബ്ലോക്കിനെ പറ്റിയാണ്. ഓർഡർ ബ്ലോക്ക്, ബ്രേക്കർ ബ്ലോക്ക് എല്ലാം വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഒരുപാട് ബാക്ക് ടെസ്റ്റ് ചെയ്തതാണത്. അതുപോലെ തന്നെ മാർക്കറ്റിൽ കോമൺ ആയിട്ടുള്ള മറ്റൊരു ഫോം ഓഫ് ലിക്വിഡിറ്റി ആണ് റിജക്ഷൻ ബ്ലോക്ക്. റിജക്ഷൻ ബ്ലോക്ക് എന്താണെന്നും അതെങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാമെന്നും നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബുള്ളിഷ് റിജക്ഷൻ ബ്ലോക്ക് എന്താണെന്ന് നോക്കാം. ഒരു ലോവർ ഹൈ ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത് വന്ന മാർക്കറ്റ്, അതായത് ഒരു ബെയറിഷ് മാർക്കറ്റ് ഒരു ഡിസ്കൗണ്ടഡ് ഏരിയ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ വെച്ച് ഒരു ബുള്ളി സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയതിന് ശേഷം ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലായിരിക്കും നമ്മൾ എൻട്രി നോക്കാമെന്ന് നമ്മൾ മുമ്പേ ഉള്ള എപ്പിസോഡുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുപോലെയുള്ള വൺ ഓഫ് ദ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് റിജക്ഷൻ ബ്ലോക്ക്. ഒരു ബുള്ളിഷ് റിജക്ഷൻ ബ്ലോക്ക് ഏത് ഫോമിലേക്ക് കാണാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബുള്ളി സ്വിങ്ങിൽ ലോവർ ഹൈ വിക്കോടെ വരുന്ന ക്യാൻഡിൽസിലേക്ക് നമ്മൾ ബുള്ളിഷ് റിജക്ഷൻ ബ്ലോക്ക് ആയിട്ട് നമ്മൾ കണക്കാക്കുക. മാത്രമല്ല ഈ ഒരു ക്യാൻഡിൽ എവിടെയായിരിക്കും നമ്മൾ എൻട്രി നോക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോവർ വിക്ക് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ക്യാൻഡിലിനേക്കാളും ഏകദേശം 50% എബവ് ഈ ലോവർ വിക്ക് തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അങ്ങനെ വരുന്ന കേസുകളിൽ ഈ ലോവർ വിക്കിലായിരിക്കും നമ്മൾ എൻട്രീസ് പ്ലേസ് ചെയ്യാറും അല്ലെങ്കിൽ ഓവർ ടൈം ഫ്രെയിംസിൽ റിഫൈൻ ചെയ്തുകൊണ്ട് എൻട്രീസ് നോക്കാറും. ഇതാണ് ബുള്ളിഷ് റിജക്ഷൻ ബ്ലോക്ക്. ബുള്ളിഷ് റിജക്ഷൻ ബ്ലോക്കിന്റെ ലൈവ് മാർക്കറ്റ് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഈ നിങ്ങൾക്ക് ഇവിടെ ഒരു ഡിസ്കൗണ്ടഡ് ഏരിയ കാണാം. ഈ ഡിസ്കൗണ്ടഡ് ഏരിയയിൽ മാർക്കറ്റ് എത്തിയതിന് ശേഷം ഒരു ബുള്ളിഷ് MSS നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ബുള്ളിഷ് MSS കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ വളരെ ലോവർ വിക്കോടെ വന്നേക്കുന്ന ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഇവിടെ നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അങ്ങനെ വന്നേക്കണം ബുള്ളിഷ് ക്യാൻഡില്ല ഈ ലോവർ വിക്ക് ആയിരിക്കും, ഈ എൻറ്റയർ വിക്ക് ഏരിയ ആയിരിക്കും നമ്മൾ ഒരു ബുള്ളിഷ് റിജക്ഷൻ ബ്ലോക്ക് ആക്കി എടുക്കുക. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ബുള്ളിഷ് റിജക്ഷൻ ബ്ലോക്ക് വന്നതിന് ശേഷം മാർക്കറ്റിൽ ഒരു അപ്സൈഡ് മൊമെന്റം കിട്ടിയിട്ടുണ്ട്. സോ ഹയർ ടൈം ഫ്രെയിംസിലാണ് നമ്മൾ റിജക്ഷൻ ബ്ലോക്ക് പ്ലോട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഹയർ ടൈം ഫ്രെയിംസിൽ ലോവർ ടൈം ഫ്രെയിംസിൽ റിഫൈൻ ചെയ്തുകൊണ്ട് എൻട്രീസ് നോക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റിന്റെ ബയാസ് അനുസരിച്ചുകൊണ്ട് ഡയറക്ട്ലി എൻട്രീസും പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇതാണ് ബുള്ളിഷ് റിജക്ഷൻ ബ്ലോക്ക്. നമുക്കിനി ബെയറിഷ് റിജക്ഷൻ ബ്ലോക്ക് എന്താണെന്ന് നോക്കാം. ഒരു ഹയർ ഹൈ ഹയർ ലോ ക്രിയേറ്റ് ചെയ്തൊന്ന് മാർക്കറ്റ്, അതായത് ഒരു ബുള്ളിഷ് മാർക്കറ്റ് ഒരു പ്രീമിയം ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ബെയറിഷ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയതിന് ശേഷം ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് അതിന്റെ ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാന്നുള്ളത് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുന്ന ഒരു കൈൻഡ് ഓഫ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് റിജക്ഷൻ ബ്ലോക്ക്. റിജക്ഷൻ ബ്ലോക്ക് എങ്ങനെയാണ് കാണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ബുള്ളിഷ് റിജക്ഷൻ ബ്ലോക്ക് ലോവർ വിക്ക് ആണ് പറഞ്ഞതെങ്കിൽ ബെയറിഷ് റിജക്ഷൻ ബ്ലോക്ക് വരുന്നത് ക്യാൻഡിലെ ഹൈ എബവ് വരുന്ന വിക്ക് ആയിരിക്കും. അതായത് ഒരു ക്യാൻഡിലെ മുകളിലുള്ള വിക്കിനായിരിക്കും അവിടെ ലെങ്ത് കൂടുതൽ. അപ്പോൾ ഇതുപോലെ ഒരു ക്യാൻഡിലെ ഹൈയിലാണ് ഇതുപോലെ വളരെ ലെങ്തി ആയിട്ടുള്ള വിക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ക്യാൻഡിൽസിന്റെ ഈ ഷാഡോ ഏരിയയാണ് നമ്മൾ ബെയറിഷ് റിജക്ഷൻ ബ്ലോക്ക് ആക്കി എടുക്കുക. ചാർട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തിക്കോട്ടെ. നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ റിജക്ഷൻ ബ്ലോക്ക് സ്ട്രക്ചർ ഷിഫ്റ്റ് ഏരിയസിൽ മാത്രമല്ല സ്ട്രക്ചർ ബ്രേക്ക് ഏരിയസിലും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും. അതായത് ഓരോ സ്വിങ്ങിന്റെ ബ്രേക്കിന്റെയും അതിപ്പോൾ സ്ട്രക്ചർ ഷിഫ്റ്റ് ആവാം അല്ലെങ്കിൽ സ്ട്രക്ചർ ബ്രേക്ക് ആവാം, അങ്ങനെയുള്ള എല്ലാത്തരം സ്വിംഗ് ബ്രേക്സിലും നമുക്ക് റിജക്ഷൻ ബ്ലോക്സ് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതൊരു ബെയറിഷ് മാർക്കറ്റ് ആണ്, അതായത് ഒരു ബെയറിഷ് സ്ട്രക്ചർ ആണിത്. ഇവിടെ വെച്ച് നമുക്കൊരു ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. ഒരു ബെയറിഷ് ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഒരു എൻറ്റയർ സ്വിംഗ് ഏരിയയുടെ ഈ ഒരു ക്യാൻഡിലാണ് ഏറ്റവും കൂടുതൽ വിക്ക് വരുന്നേക്കുന്നത്, അതായത് അപ്പർ ഷാഡോ വന്നേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അപ്പർ ഷാഡോ ഏരിയസ് ആണ് നമ്മൾ ബെയറിഷ് റിജക്ഷൻ ബ്ലോക്ക് ആയിട്ട് നമുക്ക് എടുക്കാം. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ബെയറിഷ് റിജക്ഷൻ ബ്ലോക്കിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ആയതിനു ശേഷം മാർക്കറ്റ് അതിന്റെ ഡൗൺവേർഡ് മൊമെന്റം കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. സോ ബെയറിഷ് റിജക്ഷൻ ബ്ലോക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാൻ പഠിക്കരുത്, നമ്മളുടെ ഫ്രണ്ട്ലി റീപ്ലൈ ആയിരുന്നായിരിക്കും. ICT ലേണിംഗ് സീരീസിന്റെ അടുത്ത ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇൻഫോർമേറ്റീവ് ടോപ്പിക് ആയിട്ട് കറൻസി ബിപ്സ് ഉടനെ എത്തുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ. സൈനിങ് ഓഫ് ഫൗസ് ഫ്രം കറൻസി ബിപ്സ്.